രചന നിഹ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഉമ്മാനോട് ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ടാന്ന്. എന്നിട്ട് പിന്നെ എന്തിനാ ആ കാര്യം പറഞ്ഞിങ്ങനെ ശല്യം ചെയ്യുന്നത്? വീട് കുലിക്കും മറിക്കും ഇത് അലറിക്കൊണ്ട് മുറിയിലേക്ക് ചവിട്ടിത്തുള്ളി പോകുന്ന മകളെ കാണെ ആയിഷ തലയിൽ കൈവച്ചു. സ്കൂളിൽ നിന്ന് വരുന്ന വരുത്താണ്. വന്നപാട് നല്ല ചൂടുള്ള പരിപ്പോടയും കോഫിയും കൊടുത്തു ആയിഷ. വരുന്ന ഞായറാഴ്ച പെണ്ണ് കാണാൻ വരുന്ന കൂട്ടരെ പറ്റിയൊന്ന് പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും ദുആ തുടങ്ങിയില്ലേ? ഹൃദയാണെങ്കിൽ എന്തോ റിയാലിറ്റി ഷോ കാണുന്ന ലാഘവത്തിൽ പരിപ്പോടെ തിന്നുകൊണ്ട് ഉമ്മാന്റെയും മക്കളുടെയും പോര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാനൊരു ശല്യായില്ലേ? അല്ലെങ്കിലും പഴമക്കാര് പറയുന്ന നേരാ, മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുത്. വളർന്നു വലുതായ നമ്മൾ ചെയ്തൊന്നും ഓർമ്മ കാണില്ല, ശല്യങ്ങളായേ തോന്നുള്ളൂ എന്ന്. എന്റെ ഉമ്മാവൊന്ന് നിർത്തിക്കേ. അങ്ങനെയാണോ ഞാൻ പറഞ്ഞു? എനിക്കൊരു കല്യാണം വേണ്ട, അത്ര തന്നെ. ഉമ്മാക്ക് എന്തെന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത? നിന്നെ മനസ്സിലാവാത്തതുകൊണ്ടാവും ഞാൻ ഇത്രയും കാലം നിന്റെ ഇഷ്ടത്തിന് വിട്ടത്. പഠിപ്പൊക്കെ കഴിഞ്ഞതൊരു ജോലി വേണം, അതിനുശേഷം വേറെന്തോ നീ വന്ന് പറഞ്ഞപ്പോ അന്ന് ഞാൻ എന്തെങ്കിലും എതിര് പറഞ്ഞോ? നിങ്ങളുടെ വാപ്പ എന്റെ കഴുത്തിൽ മഹർ കിട്ടുമ്പോ എനിക്ക് വയസ്സ് 18. അന്ന് പഠിക്കണം എന്നുള്ള എന്റെ മോഹാരും കണ്ടില്ല. പിന്നെ നിങ്ങളുടെ വാപ്പയുടെ സപ്പോർട്ടിലാ കുറച്ചെങ്കിലും പഠിക്കാൻ കഴിഞ്ഞ്. നിക്കാതെ കഴിഞ്ഞ് 10 കൊല്ലം കഴിയും മുമ്പ് ഒരു മയ്യത്തായപ്പോ നിങ്ങൾ 2 പിള്ളേരെയും കൊണ്ട് പെട്ട പാട് എനിക്കറിയാം. പഠിച്ചോനെ എത്തിച്ചിട്ട് ആ എലിമെന്ററി സ്കൂളിൽ ജോലി കിട്ടിയത്. അതും ഇല്ലെങ്കിൽ നമ്മൾ പെരുവഴിയിലായേനെ. അതുകൊണ്ട് തന്നെയാ എന്റെ 2 മക്കളെയും കഷ്ടപ്പെട്ട് ഒന്നിനൊരു കുറവും വരാതെ പഠിപ്പിച്ച് ജോലിക്ക് അയക്കുന്നു. പക്ഷേ ജീവിതത്തിൽ അത് മാത്രം പോരാ. തളരുന്നു എന്ന് തോന്നുമ്പോൾ ചായാനൊരു തോള് വേണം. അതിപ്പോൾ ആണായാലും പെണ്ണായാലും. ഒരു ഉമ്മ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ മക്കൾക്ക് നല്ലൊരു പാതയെ കണ്ടുപിടിച്ച് തരല്. ഞാൻ പറഞ്ഞ പോലെ നാളെ തന്നെ അവരിങ്ങ് എത്തും. നീ കൂടുതൽ എതിർപ്പ് പറയില്ലേ ദുആ. ഇപ്പം തന്നെ വയസ്സ് 10-26 കഴിഞ്ഞു. നീ മാത്രമല്ല, അതേ അവളും പ്രായമായിട്ട് വരിക. രണ്ടിൻ്റെയും കാര്യത്തിൽ ഞാനൊരു തീരുമാനം ആക്കുന്നുണ്ട്. ദുആക്കൊരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ ആയിഷ ഒരു നെടുനീളം പ്രസംഗം തന്നെ കാഴ്ചവെച്ചു. റീത ഫുൾ എന്റർടൈൻ ആയിട്ട് ഇരിക്കുന്നു എന്നല്ലാതെ ഒന്നും പറയുന്നില്ല. ആളിന്ന് ഓഫീസിൽ നേരത്തെ വന്നുകൊണ്ട് ആദ്യമേ ഫ്രഷ് ആയിട്ടുണ്ട്. ഉമ്മ കാര്യം സൂചിപ്പിച്ചതേ ഇത് ഇങ്ങനെയൊക്കെ അവസാനിക്കുന്നു എന്ന് അവൾക്ക് അറിയാമായിരുന്നു. എങ്കിലും ദുആയുടെ ഭാവം കണ്ടിട്ട് ചാഞ്ചാടുമോ എന്നൊരു സംശയവുമുണ്ട്. അങ്ങനെ ചാടിയാൽ അടുത്ത നറുക്ക് അവൾക്കാണല്ലോ. നിലവിലുള്ള സമാധാനം നിറഞ്ഞ ജീവിതം കല്യാണം കഴിച്ച് ഇല്ലാതെയാക്കാൻ ആൾക്കും വലിയ താല്പര്യമില്ല. ഉമ്മയുടെ വായിലിരിക്കുന്ന കേട്ട് ഈർഷ്യയോടെയാണ് ദുആ കതകു മടച്ച് മുറിയിലേക്ക് കയറിയത്. ഉടനെ തന്നെ ബാഗ് ടേബിളിൽ വെച്ച് മാറാനുള്ള വസ്ത്രം എടുത്ത് കുളിമുറിയിൽ കയറി. കുളിച്ചിറങ്ങിയ പാടെ അസുരം നിസ്കരിച്ചു. ലോറ് സ്കൂളിൽ നിന്ന് തന്നെ നിസ്കരിച്ചതാണ്. ആൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ഉമ്മാന്റെ ആഗ്രഹം മനസ്സിലാവാഞ്ഞിട്ടല്ല, അതിനെതിരെ നിൽക്കുന്നതല്ല, തനിക്ക് പറ്റാഞ്ഞിട്ടാണ്. ഒരാളെ വിവാഹം കഴിച്ചാൽ അയാൾക്കൊരു നല്ല ഭാര്യയായി കിടപ്പറയിൽ അയാളെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് സാധിക്കില്ല. കോളേജിൽ പഠിക്കുമ്പോഴൊക്കെയും കൂടെയുള്ള കുട്ടികൾ ഓരോന്ന് പറയുമ്പോൾ ചിന്തിക്കാറുണ്ട്, എന്താണ് തനിക്ക് ഇങ്ങനെ ഒരു ആകർഷണം ഇതുവരെ തോന്നാത്തതെന്ന്. അതൊന്നും അറിയില്ലായിരുന്നു. ഒടുക്കം ഒരു റീല് കാണുന്നതിനിടയിലാണ് ആദ്യമായിട്ട് സെക്ഷുവാലിറ്റിയെ പറ്റി കേൾക്കുന്നത്. അന്ന് വെറുതെ ഒരു കൗതുകത്തിന് അതിനെക്കുറിച്ച് വായിച്ചു. പിന്നെ അത് ആ വഴിക്ക് വിട്ടിരുന്നു. എങ്കിലും മനസ്സിൽ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ഒരു ദിവസം ആരോടും പറയാതെ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു. കുറച്ച് ടെസ്റ്റിങ്ങും ഇൻട്രക്ഷനൊക്കെ നടത്തിയപ്പോൾ മനസ്സിലായി താനും അസെക്ഷലാണെന്ന്. മനസ്സുകൊണ്ട് അതിർവരമ്പുകളില്ലാതെ പ്രണയിക്കാൻ കഴിയുമെങ്കിലും ശരീരം കൊണ്ട് ആ പ്രണയം പൂർണ്ണമാക്കാൻ സാധിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോലും കഴിവില്ലാത്തവൾ. എത്രയൊക്കെ കാലം മുന്നോട്ട് പോയെന്ന് പറഞ്ഞാലും വിദ്യ അഭ്യസിച്ചു എന്ന് പറഞ്ഞാലും മാതൃത്വത്തിന്റെ മധുരം ലഭിക്കാത്ത സ്ത്രീകളെ എന്നും സമൂഹം മച്ചിയായേ കാണുള്ളൂ. അവളുടെ വേദന മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും അവളെ കുത്തി നോവിപ്പിക്കാനാവും ആവേശം. തന്റെ അസ്തിത്വം അറിഞ്ഞുകൊണ്ട് ഒരാളും തന്നെ ജീവിതത്തിൽ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കില്ലെന്ന് അവൾക്കറിയാം. ഇനി തുറന്നു പറയാത്തൊരു വിവാഹത്തിൽ നിന്നു കൊടുക്കുന്ന ചതിയാണ്. ഇത്രയും കാലം ഉമ്മയോട് റീതയോടൊന്നും പറയാതിരുന്ന് വെറുതെ അവർക്ക് പ്രഷർ കൊടുക്കേണ്ടെന്ന് ഓർത്താണ്. ഇനിയും വയ്യ. ഉമ്മാനെ നിർബന്ധം സഹിക്കാൻ വയ്യ. കാര്യറിഞ്ഞാൽ ആദ്യം കുറച്ച് കരയുമായിരിക്കും, വിഷമവും ആദ്യമായിരിക്കും മൂത്ത മകളെ ഓർത്ത്. എങ്കിലും ഇനി പറയാതെ വയ്യ. ഒന്ന് നിശ്വസിച്ചു പോയവൾ ഉമ്മ ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്തൊരു കോൺവെർസേഷനാണ് തുടങ്ങാൻ പോകുന്നത്. ഇതെങ്ങനെ അവസാനിക്കുമെന്ന് പടച്ചവനറിയാം. എല്ലാം നല്ല രീതിയിൽ അവസാനിക്കണേ റബ്ബേ. എൻ്റെ ഉമ്മാക്ക് ഞാനൊരു വേദനയാവില്ലേ? സുബ്ഹാനല്ലാഹ്. ഹിബിലേക്ക് നേരെ കൈ ഉയർത്തുമ്പോഴും മനസ്സ് ശൂന്യമായിരുന്നു. എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. ഇതൊക്കെ എങ്ങനെ അവസാനിക്കുമെന്നും അറിയില്ല. നമസ്കാര കുപ്പായം മടക്കി കരഞ്ഞു ചുവന്ന മുഖം അമർത്തി തുടച്ച് പടച്ചോനെ മനസ്സിൽ വിളിച്ചുകൊണ്ട് ദുആ മുറിയുടെ വാതിൽ തുറന്നു. പ്രതീക്ഷിച്ച പോലെ ഉമ്മ പുറത്തുണ്ട്. റീത അടുക്കളയിലാണെന്ന് തോന്നുന്നു. പാത്രങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഉമ്മ പറഞ്ഞയച്ചാവും അവളെ. ദുആ, എനിക്ക് ഉമ്മാനോട് ചിലത് പറയാനുണ്ട്. കല്യാണം മുടക്കാനുള്ള മുടന്ന ന്യായങ്ങളാണെങ്കിൽ വേണ്ട ദുആ. ആദ്യം ഉമ്മ എനിക്ക് സംസാരിക്കൊരു സ്പേസാ, എന്നാലും എന്താണെന്ന് മനസ്സിലാവും. ദുആയുടെ ശബ്ദം കെടുത്തവും ആയിഷ വായി പൂട്ടി. പൊതുവെ ശാന്ത സ്വഭാവം മിതഭാഷയുമാണ് ദുആ. പുഞ്ചിരി നിറഞ്ഞ മുഖത്തിനും ഗൗരവം ഒട്ടുമേ ചേരില്ല. ഞാൻ പറയുന്ന കാര്യം ഉമ്മ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. കേൾക്കുമ്പോൾ ചിലപ്പോൾ വ്യത്യസ്തമായി തോന്നിയേക്കാം. ബട്ട് ഐ ആം ആൻ അസെക്ഷൽ. മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ എനിക്കൊരു അമ്മയാവാനോ എൻ്റെ ഭർത്താവിനോട് ശാരീരികമായി നീതി പുലർത്താനാവില്ല. പറഞ്ഞു തുടങ്ങിയത് അവരുടെ മുഖത്ത് നോക്കിയാണെങ്കിൽ കൂടെ അവസാനിക്കുമ്പോൾ ദുആയുടെ നോട്ടം നിലത്തേക്കായിരുന്നു.
ആയിഷ ആകെ ഞെട്ടി നിൽപ്പാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവരിങ്ങനെയൊന്ന് കേൾക്കുന്നത് തന്നെ, അതും തന്നെ സ്വന്തം മകൾ. ആർക്ക് അവൾ പറയുന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നീ ഈ ലെസ്ബിയൻ ആണെന്നാണോ? എവിടെയോ കേട്ട വാക്ക് ഓർമ്മിച്ചെടുത്ത് ഉമ്മളോട് ചോദിച്ചു. അല്ല, ഐ ആം സ്ട്രൈറ്റ്. നിങ്ങളൊക്കെ പോലെ തന്നെ എനിക്ക് പ്രണയം തോന്നുന്ന പുരുഷന്മാരോട് തന്നെയാണ്. പക്ഷേ അത് ശാരീരികമായി പ്രകടിപ്പിക്കാനാവില്ല. ആവുന്ന പോലെ ഉമ്മാക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ദുആ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു കൊടുത്തു. ഒറ്റ നോട്ടത്തിൽ വളരെ കാമാൻ കമ്പോസ്ഡ് ആയിട്ടാണ് അവിടെ ഇരുത്തുമെങ്കിലും ഉമ്മ ഇതെങ്ങനെ എടുക്കുമെന്ന് അവൾക്കും അറിയില്ലായിരുന്നു. ദുആ പറഞ്ഞ വാക്കുകൾ ഗ്രഹിച്ചവും 1-2 നിമിഷം എടുത്തു ആയിഷയ്ക്ക് എല്ലാം ഒന്ന് പ്രോസസ് ആവാൻ. അടുത്ത നിമിഷം തന്നെ അവിടെ നെഞ്ചൊന്ന് കനത്തു. എത്ര കാലമായി കാണും എന്റെ മോൾ ഇത് ഒറ്റയ്ക്ക് മനസ്സിലിട്ട് നടക്കുന്നു. ആരോടും പറയാതെ ഒരുപാട് വേദനിച്ച് കാണില്ലേ? കണ്ണു നിറച്ച് നിൽക്കുന്ന ഉമ്മാനെ കാണെ ദുആക്ക് ഒരുപാട് പാവം തോന്നി. തന്റെ 8ാം വയസ്സിലാണ് വാപ്പ ഒരു ആക്സിഡന്റിൽ ഇഹലോകം വിട്ടു പോയത്. പകൽ വെളിച്ചത്തിൽ സഹായിക്കാൻ ഒരുപാട് പേര് മുന്നോട്ട് വന്നെങ്കിലും അതിന്റെ പുറകിൽ ഇരുട്ടിലെ ആവശ്യങ്ങൾ കൂടെ അറിഞ്ഞോടെ മറ്റുള്ളവരുടെ സഹായം വേണ്ടെന്ന് വെച്ച് സ്വയം അധ്വാനിച്ച് വളർത്തിയാണ് ഞങ്ങൾ രണ്ടുപേരെയും. ചെറുപ്പമായതുകൊണ്ട് ഒരുപാട് ആലോചനകൾ അന്ന് വന്നിരുന്നു. എന്നിട്ടും മക്കൾക്ക് വേണ്ടി സ്വന്തം സുഖങ്ങൾക്ക് പുറകെ പോവാത്തൊരു നിഷ്കളങ്കിയായ സ്ത്രീ. യതീം മക്കളായതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് തന്നെ കമ്മിറ്റിക്കാരും കുടുംബക്കാരും പല ബന്ധങ്ങളും കൊണ്ടുവന്നിരുന്നു. എന്നിട്ടും ഉമ്മയാണ് അവരെ വെറുപ്പിക്കാത്ത വിധം മക്കൾക്ക് ജോലിയാകും വരെ ഒരു കല്യാണത്തെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ച് സ്വന്തമായി ഒരു വരുമാനമായതിനു ശേഷം മാത്രമാണ് ഉമ്മാന്റെ വക വിവാഹ ചർച്ച തുടങ്ങിയത്. അത് നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും കുത്തലും കുറിക്കലൊക്കെ കേട്ടിട്ട്. താനും റീനയും തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അവൾക്കും കല്യാണപ്രായമായി. താൻ കാരണം അവളുടെ ജീവിതം കൂടെ നശിക്കുമോ എന്നൊരു പേടി മാത്രമേ ഇപ്പോൾ ഉള്ളിലുള്ളൂ. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഐഷാന്റെ ഫോൺ അടിഞ്ഞത്. കണ്ണു തുടച്ച് ഫോൺ കയ്യിലെടുത്തു ബ്രോക്കറാണെന്ന് കണ്ടതോടെ അവരുടെ മുഖം ഒന്ന് മങ്ങി. ഇത്രയും കാലം വിവാഹത്തോടുള്ള പേടി കൊണ്ടോ ചമ്മൽ കൊണ്ടോ ആണ് പറയുമ്പോൾ ദുആ ഒഴിഞ്ഞു മാറിയെന്നാണ് അവർ കരുതിയത്. അതുകൊണ്ട് തന്നെ ബ്രോക്കർ ഈ ആലോചനയുടെ കാര്യം പറഞ്ഞപ്പോൾ കണ്ണും പൂട്ടി അവരോട് നാളെ തന്നെ വരാൻ പറഞ്ഞത്. ഞായറാഴ്ച ഒഴികെ ദുആക്ക് ഒരു ഒഴിവ് കാണില്ല. എപ്പോഴും സ്പെഷ്യൽ ക്ലാസ് വെച്ച് സ്കൂളിൽ തന്നെയാണ് നല്ലൊരു ഭാഗം സമയം ചെലവഴിക്കുന്നത്. എന്തോമ്മ കോൾ എടുക്കാത്ത? കയ്യിൽ ഫോൺ വെച്ചിട്ടാണോ എന്നെ നോക്കിക്കുന്നേ? നിർത്താതെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്ന് വന്ന ഹൃദയാണ് പറഞ്ഞുകൊണ്ട് അവൾ സോഫയിലിരിക്കുന്ന ദുആയുടെ മടിയിൽ തലവെച്ച് കിടന്നു. ഏതോ ലോകത്തെന്ന പോലെ തന്റെ മുടിയിൽ മസാജ് ചെയ്യുന്നവളുടെ മുഖത്ത് നോക്കി അവൾക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നി. വരട്ടെ, ചോദിക്കാം. അപ്പോഴേക്കും ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ് ഐഷ തിരിച്ചു വന്നിരുന്നു. അവരുടെ മുഖത്ത് വലിയ ഉത്സാഹമൊന്നുമില്ല. ആയിരുന്നു. അവര് നാളെ രാവിലെ വരുന്നു. 5 പേര് കാണും. ദുആ ഞെട്ടിക്കൊണ്ട് ഉമ്മയെ നോക്കി. അവളുടെ നോട്ടം കണ്ടതും ഐഷയുടെ മുഖം കൂടുതൽ ദയനീയമായി. വരുമെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാ മോളെ വരേണ്ടെന്ന് പറയാ? അത് മര്യാദയല്ലല്ലോ. അവര് കണ്ടിട്ട് പോട്ടെ. അപ്പൊ കാര്യങ്ങൾ ഇത്ര എത്തിയോ? അപ്പൊ ദീദി ശരിക്കും കെട്ടാൻ പോവാ? കുരിശ് കണ്ട ചെകുത്താനെ പോലെ ചോദിക്കുന്ന എന്റെ ഇളയ മകളെ കൂടെ കാണെ ഐഷയുടെ ഉള്ളിൽ വെള്ളിടി വെട്ടി. അസ്സലാമലൈക്കും. അധികം വഴി കണ്ടുപിടിക്കാൻ പ്രയാസപ്പെട്ടോ? വാലേക്കും അസ്സലാം. എന്റെ മോനെടുത്ത വഴിയൊക്കെ കാണാപ്പാടാ. ഇപ്പോഴാ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ ഒരു അവസരം കിട്ടിയെന്നേ ഉള്ളൂ. പെണ്ണ് കാണാൻ വന്നവരെ ക്ഷണിച്ച് അകത്തേക്ക് കയറ്റിയത് ദുആയുടെ മൂത്താപ്പയുടെ മകനായിരുന്നു. ആദിത്യ മര്യാദയോടെ ആദിൽ അവരോട് ചോദിച്ചപ്പോൾ ആദ്യം ഉറക്കുകയും പിന്നെ ഭാര്യയുടെ ചെവിയിലുമായി സക്രിയ കളിയായി പറഞ്ഞു. ബ്രോക്കർ ഇരു കുടുംബത്തെയും പരസ്പരം പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് ദുആമോളുടെ മൂത്താപ്പാന്റെ മകനാ ആദിലേ. ഇവിടെ ടൗണിൽ ഒരു സൂപ്പർ മാർക്കറ്റ് നോക്കി നടത്തുക. ഐഷാത്താനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നില്ലേ? ടീച്ചറാ. പിന്നെ ഒരു അനിയത്തി ബിസിനസ് പാർക്കിൽ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുക. ദുആമോൾക്ക് 10 വയസ്സുള്ളപ്പോഴാ റഹ്മാനിക്ക് ഒരു ആക്സിഡന്റിൽ പോയത്. അതിൽ പിന്നെ ഐഷത്താത്തയാണ് മക്കളെ 2 പേരെയും വളർത്തിയത്. അബുവിന്റെ വാക്കുകളിൽ ഐഷയുള്ള ആദരവ് നിറഞ്ഞു. പിന്നെ ഇതാണ് പുയ്യാപ്പിള ആത്തിം ഖുറൈശി. ഇവിടെ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് കയറിയിട്ട് 2 കൊല്ലായി. മുമ്പ് പഞ്ചാബിലായിരുന്നു. ഇത് ഉപ്പ സക്കറിയ, കോൺട്രാക്ടറാ. ഇത് ഉമ്മ തൊയ്യബ, ഒരു പെങ്ങള് ഹനാനൂർ, നെയ്സാണ്. ഇതാളിയ മിക്താദ്, സർജനാ. ഇത് അവരുടെ മോള് ഐമ അമ്രീൻ. ഓരോരുത്തരെ എടുത്തു പറഞ്ഞ് പരിചയപ്പെടുത്തുകയായിരുന്നു അബു. ഐഷ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. ഹൃദയും ദുആയും അടുക്കളയിൽ തന്നെയാണ്. നീലപ്പച്ച നിറത്തിലൊരു സിമ്പിൾ പാകിസ്ഥാനിയായിരുന്നു ദുആയുടെ വേഷം. ഒരു മുടിയിഴ പോലും വെളിയിലേക്ക് കാണാത്ത വിധമാണ് ദുപ്പട്ട ഇട്ടത്. ആ വേഷത്തിനിണങ്ങുന്ന ഓർണമെന്റ്സ് ഏറെ ഉണ്ടായിരുന്നിട്ടും ദുആ ധരിച്ചിരുന്നില്ല. ആൾക്കൊരു തരം മൂകതയായിരുന്നു. എന്തിനാണ് ഇങ്ങനെ കെട്ടിയൊരുങ്ങി അവർക്ക് മുമ്പിൽ പ്രദർശനം വെച്ചിട്ട്? ഇതിന്റെയൊക്കെ അവസാനം എന്താവുമെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാം. എങ്കിൽ പിന്നെ മോളെ വിളിക്കാല്ലേ? ചായ കപ്പിലേക്ക് പകർത്തുമ്പോൾ അബുവിന്റെ ശബ്ദം ദുആ കേട്ടു. ഇതൊക്കെ ആദ്യമായി നടക്കുന്നതുകൊണ്ട് ഒരു എക്സൈറ്റ്മെന്റിലാണ് റിത. എങ്കിലും അവൾക്കറിയാം ഇതോടെ ഈ പരിപാടി അങ്ങ് നിർത്തുമെന്ന്. തട്ടൊന്നുകൂടി ശരിയാക്കി ദുആ ഹാളിലേക്ക് നടന്നു. അവളെ വിളിക്കാമെന്ന ആയിഷയും റീതയുമാണ് പലഹാരവും ചായയും കൊണ്ട് അവൾക്ക് മുമ്പിൽ പോയത്. ദുആ ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടു. മനസ്സിൽ പടച്ചവനെ ആത്മാർത്ഥമായി വിളിച്ചു. എന്തിനെന്നറിയാതെ കണ്ണുകൾ നിറയാൻ വെമ്പൽ കൊള്ളുന്ന പോലെ, നെഞ്ചു വിങ്ങുന്ന പോലെ. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. അവളൊന്ന് മുഖം അമർത്തി തുടച്ചു. ചുണ്ടിൽ വരുത്തി തീർത്ത പുഞ്ചിരിയുമായി അവർക്ക് മുന്നിലായി നടന്നു. വന്നല്ലോ മോള്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.
തൊയ്യബ പറഞ്ഞുകൊണ്ട് സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്കരിയിലേക്കായി വന്നു. സ്നേഹത്തോടെ അവളുടെ തലയിൽ തഴുകി ഉള്ളിലെ വല്ലായ്മ മറച്ചു വെച്ചുകൊണ്ട് അവൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവർക്ക് അവൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരു പാവം മോള്, അതിലുപരി ഉപ്പയില്ലാതെ വളർന്ന കുട്ടിയാണ്. ബുദ്ധിയുറച്ച പ്രായത്തിൽ ഒരു പിതാവിന്റെ സ്നേഹവും കരുതലും ലഭിക്കേണ്ട പ്രായത്തിൽ യതീമായവളാണ്. ഇനി തന്നെ മകന്റെ ഭാര്യയായി വന്നാൽ അവളെ സ്നേഹം കൊണ്ട് മൂടണം. ദുആ ആദ്യമായിട്ടാണ് തൊയ്യബയെ കണ്ടതെങ്കിലും അവർക്ക് അവളെ മുമ്പേ അറിയാം. മകന്റെ താല്പര്യം മനസ്സിലാക്കി ദുആ ഒരു കല്യാണത്തിന് തയ്യാറാവും വരെ കാത്തുനിന്നതാണ്. അതിലവൾക്ക് ഖേദമേതുമില്ല. മകനെ അത്രയേറെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ എന്ന നിലക്ക് അവന്റെ ചോയ്സ് അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ നോട്ട് ഇടയ്ക്ക് ഹൃദയിലൊന്ന് പാറി വീണിരുന്നു. അവരവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ ഇരു വീട്ടുകാരും വിശേഷങ്ങൾ പങ്കുവച്ചു. ഉള്ളിലെ ആദ്യം മറച്ചുകൊണ്ട് ആയിഷയുടെ ആദിത്യ മര്യാദയോട് അവർ നന്നായി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയം അത്രയും ഒന്ന് കണ്ണുകൾ ഉയർത്തി നോക്കാൻ പാകത്തിൽ ആ ഒരാൾ ഉണ്ടായിരുന്നിട്ടും ദുആ അതിന് ശ്രമിച്ചില്ല. അതിന്റെ ആവശ്യമുണ്ടെന്ന് അവൾക്ക് തോന്നിയില്ല. എനിക്ക് പിന്നെ ചക്കനും പെണ്ണെന്ന് സംസാരിക്കട്ടെ, അതല്ലേ അതിന്റെ രീതി. മിച്ചറിലെ കടല വായിലേക്ക് ടബു പറഞ്ഞു. ദുആയുടെ നോട്ടം ഉമ്മയിലേക്ക് നീണ്ടു. ആരോളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. ഈ ബന്ധം നടന്നിരുന്നെങ്കിലെന്ന് അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അത്യാഗ്രഹമാണെന്നറിയാം. എങ്കിലും ആ കുടുംബത്തെ പറ്റി അവർക്ക് നല്ലൊരു മതിപ്പ് അനുഭവപ്പെട്ടിരുന്നു. ആ വീട്ടിൽ തന്റെ മകൾ സുരക്ഷിതമായിരിക്കുമെന്നൊരു തോന്നൽ. തവക്കൽത്തു അലല്ലാഹ്. ആ ഒരു നെടുവീർപ്പെട്ടു. ദുആ ആളിൽ നിന്ന് നേരെ പോയത് ഗാർഡനിലേക്കാണ്. അത്രയ്ക്ക് ആഡംബരങ്ങളൊന്നുമില്ലെങ്കിലും ഒരുപാട് പൂക്കളൊക്കെ നിറഞ്ഞ മുറ്റം. അതൊക്കെ ഹൃദയുടെ പണിയാണ്. ചെടികൾ വളർത്തി അതിൽ പൂക്കൾ വിരിയുന്ന അവളെ ഏറെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. അതിനുവേണ്ടി കണ്ട നഴ്സറിയിൽ നിന്നൊക്കെ ഓരോന്ന് വാങ്ങിച്ചു വരും. ഹൃദയെ പറ്റിയോർക്കെ ദുആയുടെ ചുണ്ടൊന്ന് വിരിഞ്ഞു. പിറകിൽ നിന്നൊരു കാലടി ശബ്ദം കേട്ടപ്പോഴാണ് ദുആ എന്തു പറഞ്ഞ് കല്യാണം മുടക്കുമെന്ന് ഓർത്ത്. തനിക്ക് താല്പര്യമില്ലെന്നോ അല്ലെങ്കിൽ തനിക്ക് വേറെ ഇഷ്ടമുണ്ടെന്നോ. പക്ഷെ അങ്ങനെ കള്ളം പറയേണ്ട കാര്യമെന്താണ്? റബ്ബ് എന്നെ സൃഷ്ടിച്ച ഇങ്ങനെയാണ്. എനിക്കും പ്രണയിക്കാൻ കഴിയും. അല്ലെങ്കിലും സെക്സ് മാത്രമാണോ പ്രണയം? പക്ഷെ പ്രണയത്തിന്റെ ഒരു ഭാഗമാണത്. പ്രണയം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണത്. ആത്മാവ് പങ്കിടുന്നവർ ശരീരവും പങ്കിടും. പക്ഷെ അത് തന്നെ കൊണ്ട് സാധിക്കില്ലല്ലോ. ചിന്തകൾ കാട് കയറി നിൽക്കുന്നവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിച്ചുകൊണ്ട് പുറകിലുള്ള അയാളൊന്ന് മുരുടനക്കി. ദുആ ഒന്ന് തലയിരിച്ച് നോക്കി. അത്ഭുതമെന്ന് പറയാം. ആളുടെ ഷർട്ടിന്റെ നിറവും നീലപ്പച്ചയാണ്. കൂടെ ഒരു ക്രീം കളർ പാൻറ്റും. തന്റെ മുഖത്തേക്ക് നോക്കാതെയാണ് നിൽപ്പ്. അത് ദുആയിലൊരു മതിപ്പ് സൃഷ്ടിച്ചു. ഭംഗിയുള്ള കടുങ്കാപ്പി കണ്ണുകളാണ്. ആ കണ്ണിലേക്കാണ് അവിടെ നോട്ടം ആദ്യം എത്തിയത്. എവിടെയോ കണ്ടു മറന്ന കണ്ണുകൾ, ആ മുഖം, അവന് ചുറ്റുമുള്ള ഊതിന്റെ ഗന്ധം. അങ്ങനെ അവനെ പറ്റിയുള്ളതെല്ലാം മുമ്പെങ്ങോ കണ്ടു മറന്നുപോലെ, ഏറെ പ്രിയപ്പെട്ടതെന്തോ അടുത്ത് ചേർന്ന പോലെ. ആ മുഖത്ത് നോക്കിയേക്ക് ഹൃദയം ശാന്തമാകുന്ന പോലെ, കണ്ണു നിറയും പോലെ. അരക്കമൊന്നും കേൾക്കാത്തതും ആദ്യം കണ്ണുകൾ അവളുടെ മുഖത്തേക്ക് ചലിപ്പിച്ചു. ആ കാപ്പി കണ്ണുകൾ തന്നിലേക്ക് നീണ്ടതും ദുആ കുറ്റം ചെയ്ത കുട്ടിയെ പോലെ കള്ളത്തരത്തോടെ മുഖം വെട്ടിച്ചു. ആൾക്ക് ഭയം തോന്നി. ആദ്യമായി കാണുന്ന ഒരാളോട് ഹൃദയം ഇത്രമാത്രം അടുപ്പം കാണിക്കുന്നത് എന്തിനാണ്? ആദ്യമിന് തന്റെ കണ്ണുകൾ അവളിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവന് നെഞ്ചു കനത്തു. ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ തോന്നി. എത്ര നാളത്തെ കാത്തിരിപ്പാണ് ഈ നിമിഷം. എത്ര നോമ്പുകൾ, എത്ര സുജൂദുകൾ, എത്ര രാത്രിയിലെ തഹജ്ജുദുകൾ. അങ്ങനെ ഈ ഒരുവൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു അവന്റെ ഹൃദയ. ആ നിമിഷം ആത്മാർത്ഥമായി തന്നെ നാഥനെ സ്തുതിച്ചു. ദുആ കാണുന്നത് സ്വപ്നമല്ലെന്ന് ഉറപ്പിക്കാൻ അവന്റെ ചുണ്ടുകൾ മുഴിഞ്ഞതും ദുആയുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ദുആയ്ക്കെന്റെ പേരറിയോ? എന്തു പറഞ്ഞ് സംസാരിച്ചു തുടങ്ങാന്നറിയാതെ അവൻ തുടങ്ങി. അവളൊരു മടിയോടെ അവനെ നോക്കി. 1-2 തവണ ഉമ്മ പറഞ്ഞിരുന്നെങ്കിലും അവൾ അത് ശ്രദ്ധിച്ചിരുന്നില്ല. അവളുടെ മുഖത്തെ വിമിഷ്ടം കണ്ടതും അവനൊന്ന് മനോഹരമായി പുഞ്ചിരിച്ചു. അറിയില്ലല്ലേ? ഹാത്തിം ഖുറൈശി. ആ പുഞ്ചിരിയിൽ അവളുടെ കണ്ണുകൾ പതിഞ്ഞു. എന്ത് ഭംഗിയാണ് ഈ മനുഷ്യനെ! അല്ലാഹ്, ഇത്രയും ഭംഗിയുള്ള പടപ്പിന് എനിക്ക് പടച്ചു തന്നതാണോ? ഒരു നിമിഷം അവളുടെ ഹൃദയം ഒന്ന് ഉലഞ്ഞുപോയി. ആ പുഞ്ചിരിയിലെ പരിചയത്വം മുമ്പെങ്ങോ കണ്ണു മറന്നുപോലെ. ദുആ ഓർക്കാൻ ശ്രമിച്ചു. പക്ഷെ എവിടെ? നമ്മൾ തമ്മിൽ മുമ്പ് കണ്ടിട്ടുണ്ടോ? എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവൾ ചോദിച്ചു പോയി. കണ്ടു കാണും. ആലമലർവാഹിൽ അള്ളാഹുവിന്റെ വാഗ്ദാനം മറക്കാതെ ഈ ദുനിയാവിൽ അലഞ്ഞടക്കുന്ന 2 റൂഹുകൾ, വീണ്ടും കണ്ടുമുട്ടാൻ വിധിക്കപ്പെട്ടവർ. ദുആ ഒന്നും മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കി. അവിടെ പുഞ്ചിരി തന്നെയാണ്. ഞാൻ ദുആയെ മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷെ ദുആ എന്നെ കാണാനുള്ള വഴിയില്ല. ഒരു 7 കൊല്ലം മുമ്പ്, കൃത്യമായി പറഞ്ഞ ദുആ +2 പഠിക്കുമ്പോഴാണ് ഞാൻ ഇയാളെ ആദ്യമായി കണ്ടത്. വിടർന്നു നിൽക്കുന്ന പൂക്കളിൽ നോക്കിക്കൊണ്ട് പറയവേ ആ ദിനം അവന്റെ ഓർമ്മയിൽ നിറഞ്ഞു. ഒരു വെള്ളിയാഴ്ച ദിവസം, ആദ്യം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം. അന്ന് അനാന്റെ +2 അവസാന പരീക്ഷയായിരുന്നു. പരീക്ഷാ ദിവസങ്ങളിലൊക്കെയും അവള് വീട്ടിൽ നിന്ന് ആരെങ്കിലും ഡ്രോപ്പ് ചെയ്യാറാണ് പതിവ്. ഇന്നത് ഹാത്തിമിന്റെ ഊഴമായിരുന്നു. 9:30 പരീക്ഷ തുടങ്ങും. ബ്ലോക്കിൽ പെട്ടതുകൊണ്ട് ഇന്ന് ഇരുവരും കുറച്ച് വൈകിയിരുന്നു. എങ്കിലും 9:15 അവള് സ്കൂൾ കോമ്പൗണ്ടിൽ അവൻ ഇറക്കി കൊടുത്തിരുന്നു.
അങ്ങനെ സ്കൂളിൽ ഇറക്കി ഒരു ടേണിംഗ് പോയിന്റിൽ എത്തിയപ്പോഴായിരുന്നു റോഡിന്റെ വശത്തായി പുല്ലുകൾക്കിടയിൽ ഹനാനെ പോലെയുള്ള യൂണിഫോം ധരിച്ചൊരു പെൺകുട്ടിയെ കണ്ടത്. ആ വണ്ടിയുടെ വേഗത കുറച്ച് അവിടേക്ക് എത്തുമ്പോൾ കാണുന്നത് വള്ളികൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു പട്ടിക്കുഞ്ഞിനെയാണ്. ആ പെൺകുട്ടി അതിനെ പേടിപ്പിക്കാതെ ആ വള്ളികൾ നീക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഇടക്ക് നോട്ടം വാശിലേക്ക് നീളുന്നുണ്ട്. അവിടെ ചെന്ന് ആ കുട്ടിയെ സഹായിക്കാൻ ബുദ്ധിയാൻ ഉപദേശിക്കുമ്പോഴും ഹൃദയം നിലച്ച പോലെയായിരുന്നു ഹാത്തിമിന് തോന്നിയത്. ചെരിഞ്ഞു നിൽക്കുന്നുണ്ട് അവളുടെ മുഖം പോലും അവന് കണ്ണുകൾക്ക് കാഴ്ചയല്ല. എങ്കിലും അവളെ പണ്ടെങ്ങോ കണ്ടു മറന്ന പോലെ ഹൃദയത്തിലാകെ ഒരു തണുപ്പ്. ഒറ്റവാക്കിൽ പറയാനെങ്കിൽ വല്ലാത്തൊരു സമാധാനം. അത്രമേൽ പ്രിയപ്പെട്ടതെന്തോ ഹൃദയം കണ്ടെടുത്ത പോലെ. അവൻ നെഞ്ചിൽ കൈകൊണ്ടൊന്ന് ഒഴിഞ്ഞു. കയ്യിലെന്തോ തടഞ്ഞ പോലെ അവൻ കണ്ണുകൾ താഴ്ത്തി നോക്കി. ചുവന്ന നൂൽ തന്റെ ഹൃദയത്തിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. അവന്റെ കണ്ണുകളിൽ കൗതുകം നിറഞ്ഞു, ആകാംക്ഷ നിറഞ്ഞു. ഹാത്തിമിന്റെ കണ്ണുകൾ ആ ചുവന്ന നൂലിന്റെ സഞ്ചാരപാതയിലൂടെ ചലിച്ചു. ആ നൂല് ആ പെൺകുട്ടിക്ക് നേരെയാണ് ചലിക്കുന്നത്. അതേ നിമിഷം തന്നെ അവൾ തലയിരിച്ച് നോക്കി. ആ പട്ടിക്കുട്ടി ആ സമയത്തിനകം ഓടിപ്പോയിരുന്നു. ഒരു നിമിഷം അവളുടെ ചുണ്ടുകളൊന്ന് വിടർന്നു. ഹാത്തിമിന്റെ നെഞ്ചൊന്നും ഇടിച്ചു. തന്റെ ഹൃദയത്തിൽ നിന്ന് യാത്ര ആരംഭിച്ച ആ ചുവന്ന നൂലുകൾ അവസാനിച്ചത് ആ പെൺകുട്ടിയുടെ ഹൃദയത്തിലേക്കാണ്. അവന്റെ ചുറ്റുമുള്ള ലോകം മുഴുവൻ ശാന്തമായതുപോലെ കണ്ണുകളിൽ ആ പെൺകുട്ടി മാത്രം നിറഞ്ഞു. തന്നിലേക്ക് ഓടി അടുക്കുന്നവൾ. പക്ഷേ മുഖത്തെ ചിരിമാഞ്ഞിട്ടുണ്ട്. നോട്ടവും തന്നിലല്ല. വെപ്രാളം പിടിച്ച ആ പെൺകുട്ടി അവനെയും കടന്ന് ഓടി മറഞ്ഞു. കൺമുമ്പിൽ കുഞ്ഞു ദുആയെ വീണ്ടും കണ്ടപോലെ ഹാത്തിമിന്റെ ചുണ്ടുകൾ പുഞ്ചിരിച്ചു. ദുആ ആകെ ഞെട്ടി നിൽപ്പാണ്. ആ ദിവസം അവിടെ ഓർമ്മയിലുണ്ട്. എക്സാം ഇൻവിജിലേറ്ററുടെ നല്ല മനസ്സുകൊണ്ടാണ് അന്ന് വൈകിയതിനൊന്നും പറയാതെ പരീക്ഷ എഴുതാൻ സമ്മതിച്ച്. പക്ഷെ ഓർമ്മയിലെങ്ങും ആ കടുങ്കാപ്പി കണ്ണുകളില്ല. അപ്പോ എന്നെ ഇഷ്ടമാണോ? ജീവനാണ്. പക്ഷെ എന്നെ എന്തിന്? മനസ്സിൽ സംശയമാണ്. ഹൃദയം വിളിച്ചോന്നിന് നാവതുപോലെ ശബ്ദം കൊടുത്തു. അറിയില്ല. എന്റെ ആണെന്ന് തോന്നി. എന്റെ റൂഹിന്റെ പാതിയാണെന്ന് തോന്നി. എന്റെ വാരിയലിൽ നിന്ന് എന്റെ റബ്ബ് എനിക്ക് വേണ്ടി സൃഷ്ടിച്ച പടപ്പാണെന്ന് തോന്നി. നീയുണ്ടെങ്കിൽ എന്റെ ദീൻ പൂർണ്ണമാവുമെന്ന് തോന്നി. നിന്റെ അസാന്നിധ്യത്തിൽ ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നി. ദ്വാ പകച്ചുകൊണ്ട് മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകൾ ചെറുതായി ചുവന്നിരിക്കുന്നു. ആ ശബ്ദമൊന്നിടറിയോ? അറിയില്ല. പക്ഷെ തന്നോടുള്ള ഭ്രാന്തമായ സ്നേഹം അവന്റെ ഓരോ നോട്ടത്തിൽ പോലും വ്യക്തമാണ്. അവൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. എന്തുകൊണ്ടോ ആ സാമീപ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ തോന്നുന്നില്ല. ആദ്യമായി കാണുന്ന ആ മനുഷ്യനോട് ഹൃദയം വല്ലാതെ അടുത്തുപോയി എന്നൊരു തോന്നൽ. ഇല്ല, പാടില്ല. തനിക്കതിനുള്ള അർഹതയില്ല. ആൾ മുഖം അമർത്തി തുടച്ചു. ഒന്ന് ശ്വാസം വലിച്ചു വിട്ടു. ഞാൻ സമ്മതല്ലെന്ന് പറഞ്ഞ? നിനക്ക് വിധിക്കപ്പെട്ടതെന്തോ അത് രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ നിന്നാണെങ്കിൽ പോലും അത് നിന്നിലേക്ക് വന്നു ചേരുമെന്നല്ലേ? എന്റെ കാത്തിരിപ്പിന്റെ ഉത്തരമാണ് ഈ നിമിഷം പോലും. പടച്ചോൻ എനിക്ക് വിധിച്ചതെന്തോ അത് ഞാൻ സ്വീകരിക്കും. എങ്കിലും ദ്വയെ സ്നേഹിച്ച ഹൃദയം കൊണ്ട് ഇനി മറ്റൊരു പെൺകുട്ടിയെ എനിക്ക് ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കില്ല. സ്ഥായിഭാവമായ പുഞ്ചിരിയോടെയാണ് പറച്ചിലെങ്കിലും മുഖത്ത് ചെറിയൊരു വാട്ടം ദ്വാ ശ്രദ്ധിച്ചു. അതെന്തുകൊണ്ടോ അവളെ കൂടെ ബാധിച്ചിരുന്നു. ദ്വാ കം റിയാലിറ്റി. ചാഞ്ചാടുന്ന ഹൃദയത്തെ കൈവരിയിലാക്കിക്കൊണ്ട് അവൾ സ്വയമേ പറഞ്ഞു. ഇയാൾ എന്നോട് ക്ഷമിക്കണം. എനിക്കിതിന് പറ്റും തോന്നില്ല. അതൊരിക്കലും ഇയാളുടെ തെറ്റല്ല. യു ഡിസേർവ് ദി വേൾഡ്. പക്ഷെ ഐ ഡോണ്ട് ഡിസേർവ് യു. അത്രയ്ക്ക് ഭാഗ്യമൊന്നും പടച്ചവൻ എനിക്ക് വിധിച്ചിട്ടുണ്ടാവൂല. നേരത്തെ പുഞ്ചിരിയോടെയാണ് പറച്ചിലത്രയും. സ്വയം പുച്ഛത്താരെ അവളുടെ ചുണ്ടെന്ന് കൂടി. അവന്റെ നെഞ്ചിരിപ്പ് വർദ്ധിച്ചു. ഞാനിത് എങ്ങനെ പറയുന്നവർക്ക് ഇരിപ്പായിരുന്നു. മനസ്സിലൊരുപാട് കള്ളോതിനു വേണ്ടി സ്വരുക്കൂട്ടിയിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. ടു ബി ഓണസ്റ്റ്, ഐ ആം എസെക്ഷൽ. മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് ശരീരം കൊണ്ട് പ്രണയിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന കാര്യമൊന്നും എൻ്റെ വിദൂര സ്വപ്നത്തിൽ പോലും ഇല്ല. പിന്നെ തന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക, എന്നോർത്ത് ജീവിതം കളയരുത്. പറഞ്ഞു തീരുമ്പോൾ അവളുടെ തൊണ്ടയിൽ ഒരു കനം അനുഭവപ്പെട്ടു. വെറുതെ പോലും അടുത്തുള്ള ആ മുഖത്തേക്ക് നോക്കിയില്ല. ഹാത്തിമാകെ ഞെട്ടി നിൽപ്പാണ്. എങ്ങനെ പ്രതികരിക്കണമെന്നറിയാത്തൊരു നിൽപ്പ്. ഇന്നത്തേക്ക് ഇത്രയും മതി. ഇനി ബാക്കി കല്യാണം കഴിഞ്ഞിട്ട്. അസഹ്യമായ മൗനത്തെ ഭേദിച്ചുകൊണ്ട് ഹനാന്റെ ശബ്ദമുയർന്നു. അവളെ കണ്ടതും ദ്വാ പരിചയഭാഗത്തിലൊന്ന് പുഞ്ചിരിച്ചു. ഉള്ളു കല്ലിച്ച് നിൽക്കുമ്പോഴും ദ്വാക്ക് പുഞ്ചിരിക്കാൻ കഴിയും. അതാണ് ജീവിതം അവളെ പഠിപ്പിച്ച്. അധികം വൈകാതെ അങ്ങനെ അതിഥികളെല്ലാം യാത്രയായി. അഭിപ്രായം അബുവിനെ അറിയിക്കാമെന്ന് പറയുന്ന കേൾക്കെ ദ്വയുടെ ചുണ്ടെന്ന് കോടി. ആൾ മുറിയിലേക്ക് കയറി കഥകടച്ചു. ആൾക്ക് പൊട്ടിച്ചിരിക്കാൻ തോന്നി. എന്തൊരു വിധിയാണ്. ആദ്യമായി കാണുന്ന ഒരാളോട് ഹൃദയം അത്രമേൽ അടുപ്പം സൂക്ഷിക്കുന്നു. മിനിറ്റുകൾ മാത്രം പരിചയമുള്ള അയാൾ അകന്ന് നീങ്ങോളും മനസ്സ് കരയുന്നു. ഇതാണോ ഇനി പ്രണയം? അവളുടെ ഹൃദയം മുറവിളി കൊണ്ടു. അതിന് തനിക്കതിനുള്ള യോഗ്യതയില്ലല്ലോ. അന്ന് ആ വീട്ടിൽ പതിവില്ലാത്തൊരു തരം മൂകതയായിരുന്നു. ആയിഷയിൽ നിന്ന് റിത ദ്വയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. ഇത് ചികിത്സിച്ചാൽ മാറുമോ?
രഹസ്യമായ ശബ്ദത്തിൽ കട്ടിയുറച്ചുള്ള ഐഷയുടെ സംശയം കേൾക്കെ വാതിലപ്പുറം നിന്ന് ദുവാക്ക് ചിരിയാണ് വന്നത്. ഉമ്മാന്റെ സംശയത്തിന് റീത മറുപടി നൽകുന്നുണ്ട്. അതേ ചിരിയോടെ ദുവ വീണ്ടും മുറിയിലേക്ക് നടന്നു. എന്താണ് പോലീസിന്റെ മുഖത്തൊരു വൈക്ലഭ്യം? കളിയാക്കി ചോദിക്കുന്ന അളിയനോട് ഹാത്തിമൊന്നും പറഞ്ഞില്ല. അവന്റെ മനസ്സിലെ സമ്മർദ്ദം മുഖത്ത് എടുത്തു കാണിച്ചു. എന്താടാ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ദുവയെ കണ്ടു വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നിനക്കൊരു മൂഡ് ഓഫ് പോലെ. അതും പോരായിട്ട് ഇപ്പൊ കടപ്പുറത്ത് മനുഷ്യനെ കൊണ്ടുവന്നിട്ട് തിരയണിക്കുന്നു. കുന്നു വിഴുങ്ങിയതുപോലെ ഇരിക്കുന്നവനെ ഒന്ന് തട്ടിക്കൊണ്ട് മിക്താതെ ചോദിച്ചു. ഹാത്തിമിന്റെ കടും കാപ്പിക്കണകൾ ഇപ്പോഴും തിരകളിൽ തന്നെ ഉറ്റുനോക്കി നിൽപ്പാണ്. എടാ ദുവ, ഷീസ് എ സെക്ഷൽ. വാട്ട്? നീ ഇത് കാര്യമായിട്ടാണോ പറയുന്നത്? മറുപടിയെ ആദ്യം മിക്താദിനെ കടുപ്പിച്ച് നോക്കി. നീ നോക്കി പേടിപ്പിക്കല്ലേ? എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? നിന്റെ തീരുമാനം എന്താണെങ്കിലും ഞാൻ കൂടെ നിൽക്കും. പക്ഷെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നീ എല്ലാ വശവും ആലോചിക്കണം. ദുവയോടുള്ള നിന്റെ ഇഷ്ടം എനിക്ക് മനസ്സിലാവും. എങ്കിലും നാളെ നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയാൽ തന്നെ നിന്റെ ശരീരത്തിന്റെ ആവശ്യങ്ങളും തൃപ്തിപ്പെടുത്തിയാൽ ഈ ബന്ധത്തിന് പറ്റില്ല. അതിലപ്പുറം ഒരു കുഞ്ഞ്, അവൾക്കൊരു ഉമ്മയാവാൻ പറ്റില്ലടാ. ഇതിന് നീ ഇപ്പൊ അംഗീകരിച്ചു എന്ന് പറഞ്ഞാലും ഭാവിയിൽ നിന്റെ മനസ്സ് മാറിയ ചെയ്തൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയ ആ പാവാണ് അനുഭവിക്കേണ്ടി വരിക. അത് മാത്രമല്ല, ഇതൊക്കെ നിന്റെ ഉമ്മയിപ്പയും വീട്ടുകാർ അംഗീകരിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? മിക്താദിന്റെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞു. എനിക്കൊന്നും അറിയില്ലടാ ദുവ, അവൾക്ക് വേണ്ടിയല്ലേ പടച്ചോൻ എന്നെ സൃഷ്ടിച്ചു തന്നെ. എന്റെ റൂഹല്ലടാ അവള്. ആത്മാവില്ലാതെ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക? അവളില്ലാതെ എനിക്ക് പറ്റില്ല. ഞാൻ മരിച്ചു. ദ്വാമിസിനൊരു വിസിറ്റർ ഉണ്ട്. ദിവ്യ ചേച്ചി പറഞ്ഞകൾക്ക് എന്തൊക്കെയോ ചിന്തിച്ചിരുന്നവൾ തല ഉയർത്തി നോക്കി. ലഞ്ച് ബ്രേക്കാണ്. മനസ്സിനൊരു സുഖമില്ലാത്തതുകൊണ്ട് പൊതിയൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നില്ല. പേരൻസ് വല്ലാണോ ചേച്ചി? പേരൻസ് എല്ലാം ഉറപ്പുണ്ടെങ്കിൽ ദുവാ വെറുതെ ചോദിച്ചു. ഏയ്, അങ്ങനെയാണെങ്കിൽ ഞാൻ സ്റ്റാഫ് റൂമിൽ വരില്ലേ? ഇതൊരു പോലീസ് ഓഫീസറാ, കാക്കിയായിരുന്നു വേഷം. മിസ് കേസ് വല്ലതും കൊടുത്തിരുന്നോ? ദിവ്യ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും ദുവാ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകൾ ഗ്രൗണ്ടിനോട് ചേർന്നുള്ള മാവിന്റെ കീഴെ വണ്ടിയുടെ ബോണ്ടിൽ ചാരി നിൽക്കുന്നവരിലായിരുന്നു. ദുവയുടെ ഹൃദയം അതിന്റെ ഇണയെ കണ്ട പോലെ ഒന്ന് തുടിച്ചു. അവളുടെ കാലുകൾ അവൾ പോലും അറിയാതെ അവനിലേക്ക് ചലിച്ചു. ദുവ, ഇത് തെറ്റാണ്, നീ ഇത് അറിയിക്കുന്നില്ല. ഡോണ്ട് ഫോർഗെറ്റ് ഹൂ യു ആർ. ബുദ്ധി വീണ്ടും ഓർമ്മിപ്പിച്ചു. ദുവ ഒന്ന് ശ്വാസം വലിച്ചുവിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. നിറഞ്ഞ പുഞ്ചിരിയാണ് മുഖത്ത്. ദുവയ്ക്ക് അത്ഭുതം തോന്നി. ഇയാൾ ശരിക്കും പോലീസ് തന്നെയാണോ? പോലീസുകാർ ഇങ്ങനെയൊക്കെ ചിരിക്കുവോ? അവളുടെ സ്വരത്തിലെ കൗതുകവന മുഖത്തെ ചിരിക്ക് ആക്കം കൂട്ടി. എന്താ ദുവയ്ക്കിപ്പോ അങ്ങനെ ഒരു സംശയം? പോലീസുകാർ ഇങ്ങനെ ചിരിക്കുവോ? ദുവ കേട്ടിട്ടില്ലേ, യുവർ ഫേസ് വാസ് ക്രിയേറ്റഡ് ടു സ്മൈൽ എന്ന്? പിന്നെ പോലീസുകാരും മനുഷ്യന്മാർ തന്നെയല്ലേ? ആ ഭംഗിയുള്ള നേർമയിലുള്ള പുഞ്ചിരിയിൽ ദുവയുടെ കണ്ണുകൾ പതിഞ്ഞു. അടുത്ത നിമിഷം തന്നെ അവന്റെ മുഖത്തുനിന്ന് കണ്ണുവെട്ടിക്കുകയും ചെയ്തു. ഞാനെന്തിനാണ് വന്നതെന്ന് ദുവയ്ക്ക് അറിയണ്ടേ? നീണ്ടിരുന്ന മൗനത്തിന് ശേഷം ഹാത്തിം ചോദിച്ചു. ദുവ മറുപടിയായി ഒന്ന് മോള് മാത്രം ചെയ്തു. ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് കുട്ടികളൊക്കെയും ഗ്രൗണ്ടിൽ നിറഞ്ഞിരിക്കുകയാണ്. സുന്ദരനായ കാക്കിക്കാരൻ ഈ നേരം കൊണ്ട് കുട്ടികളുടെയൊക്കെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. കൂടെ ഹയർ സെക്കൻഡറി കുട്ടികൾ ദുവയെയും നോക്കുന്നുണ്ട്. എനിക്ക് ദുവയെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. ദുവ സമ്മതം പറഞ്ഞ നിക്കാഹ് ഇത് ജീവന്റെ പാതയാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആദ്യം പറയുന്നയാൾക്ക് ദുവ അവനെ തറപ്പിച്ച് നോക്കി. ഇയാളെന്താ കളിക്കുവാണോ? ഞാൻ ഇന്നലെ പറഞ്ഞൊക്കെ ഇയാളോട് തന്നെയല്ലേ? മറന്നുപോയെങ്കിൽ വീണ്ടും ഓർമ്മിക്കാം. പച്ചക്ക് പറഞ്ഞ കിടക്കയിൽ ഒരു പുരുഷന് വഴങ്ങിക്കൊടുക്കാനോ അയാളുടെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കാനോ എനിക്ക് സാധിക്കില്ല. പറഞ്ഞിരുത്തുമ്പോൾ അവളൊന്ന് കിതച്ചു പോയി. വീണ്ടും അവനെ കണ്ടപ്പോൾ ഹൃദയത്തിന്റെ ചാഞ്ചാട്ടം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ ഉറങ്ങാതെ പടച്ചോന്റെ മുന്നിലായി സുജൂദ് ചെയ്യുമ്പോഴും മുറി മനസ്സായിരുന്നു. എങ്കിലും എവിടേക്കോ ഒരു പ്രതീക്ഷ പോലെ. പക്ഷെ വേണ്ട, ഒന്നും വേണ്ട, വേദനിക്കാൻ വയ്യ. പ്രണയിച്ചില്ലെങ്കിൽ കൂടെ ദുവ ഇപ്പോൾ വിരഹവേദന അറിയുന്നുണ്ട്. ഇന്നലെ കണ്ട ഒരു പുരുഷനെ പ്രണയിക്കാൻ മാത്രം, അവന്റെ കൂടെ ഒരു ജീവിതം ആഗ്രഹിക്കാൻ മാത്രം തന്റെ ഹൃദയം അത്രയ്ക്ക് ലോലമായിരുന്നു. ദുവയുടെ കണ്ണുകൾ ചുവന്നു. എന്തിനോ ഹൃദയം നോവുന്നു. കൺകോണിൽ കണ്ണുനീര് ഉരുണ്ടുകൂടുന്നു. പ്രിയപ്പെട്ടവളുടെ വേദന കാണെ ഹാത്തിമിനും വേദന തോന്നി. ആ ഉടലിനെ നെഞ്ചോട് ചേർത്ത് കരയില്ലേ എന്ന് പറയാൻ അവന്റെ ഹൃദയം തുടിക്കുന്നുണ്ട്. എങ്കിലും അതിനുള്ള അവകാശം തനിക്കില്ലെന്ന് അവൻ അറിയാം. അവളുടെ സമ്മതത്തോടെ മാറുകൊടുത്ത് സ്വന്തമാക്കാതെ ആ വിരൽ തുമ്പിൽ പോലും സ്പർശിക്കാൻ അവന് സാധിക്കില്ല. അവന്റെ മനസ്സ് അനുവദിക്കില്ല. ദ്വാ, ഇതൊക്കെയാണ് ഒരു കാരണം. എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ ദ്വയെ സ്നേഹിക്കുന്നു. അതൊരിക്കലും തന്റെ ശരീരം മോഹിച്ചിട്ടല്ല, തന്നിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുമല്ല. ഇത്രയും കാലം എൻ്റെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറിയോ, ഇനിയും അതുപോലെ തന്നെ മുന്നോട്ട് പോകും. ഇനിയൊരു കുഞ്ഞിന്റെ കാര്യമാണെങ്കിൽ എത്രയെത്ര മക്കൾ മാതൃസ്നേഹവും പിതൃസ്നേഹവും അറിയാതെ വളരുന്നുണ്ട്. അവർക്കൊരു ഉമ്മയുപ്പയാവുന്നതിലും വലിയ പുണ്യം വേറെയുണ്ടോ? ഒന്നല്ല, ഒരുപാട് മക്കൾ നമുക്ക് ചേർത്ത് പിടിക്കാം, നമ്മുടേതായി കണ്ട് വളർത്താം. തന്റെ പ്രശ്നത്തിന് പരിഹാരമായില്ലേ? ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ ഇതൊക്കെ പറയാൻ? ദ്വാവിന്റെ ശാന്തമായ മുഖത്തേക്ക് പകപ്പോടെ നോക്കി. നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത്? ഇപ്പൊ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും, ഒന്നും പ്രശ്നമില്ലെന്ന് തോന്നും. പിന്നെ ഭാവിയിൽ നിങ്ങളുടെ പ്രതീക്ഷയോടെ ജീവിതം മുന്നോട്ട് പോയില്ലെങ്കിൽ നിങ്ങൾക്കന്ന് ഞാനൊരു തെറ്റായി തോന്നും. അങ്ങനെ തോന്നില്ല. അങ്ങനെ ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ വരില്ല ദ്വാ. എൻ്റെ റൂഹിൻ്റെ പാതയല്ലേ നീ.
അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എങ്ങനെയാടി അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുക? എൻ്റെ നാഥൻ എനിക്ക് വേണ്ടി പടച്ച പടപ്പിനോട് ഓരോ നിമിഷവും ഇഷ്ടവും പ്രണയം കൂടുന്നല്ലാതെ കുറയില്ല. ഇതെന്റെ വാക്കാ. മനുഷ്യനല്ലേ, മാറും, മടുക്കും, മറക്കും. ഞാൻ എന്നെ മറന്നാലും നിന്നെ മറക്കില്ല ദുവാ. കേൾക്കുമ്പോൾ നിനക്ക് വ്യത്യസ്തമായി തോന്നും, പക്ഷേ നീ ഇല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടും ദുവാ. എൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് നീ. നിങ്ങൾക്ക് ഭ്രാന്ത? അതെ, പ്രണയമെന്ന ഭ്രാന്ത്. അതിൻ്റെ മരുന്ന് നീയാണ് ദുവാ, നീ മാത്രം. പുഞ്ചിരിയോടെ പറയുന്നവൻ്റെ ആ കടുങ്കാപ്പി കണ്ണുകൾ പോലും പുഞ്ചിരിക്കുന്ന പോലെ തോന്നിയവൾക്ക്. എങ്കിൽ ശരിയടോ, ഞാൻ ഇറങ്ങുക. ഞാൻ അബുക്കയോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യം. ഈ നേരത്തിനുള്ളിൽ തന്നെ അയാൾ തൻ്റെ ഉമ്മയെ വിളിച്ച് കാണും. തനിക്കിതല്ലാതെ വേറെ വല്ല കാരണമുണ്ടെങ്കിൽ തനിക്കെന്നെ റിജക്റ്റ് ചെയ്യാം. ഞാൻ തന്നെ ഫോഴ്സ് ചെയ്യില്ല. ഇൻഷാ അല്ലാഹ് കാണാം. ലോങ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും സംസാരത്തിന് അവസാനം കുറിച്ചുകൊണ്ട് ഹാത്തിം വണ്ടിയിലേക്ക് കയറി. ദുആ നിൽപ്പ് തന്നെ കുറച്ച് സമയം നിന്നു. അവൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്തിനോ ഹൃദയം സന്തോഷം കൊള്ളുന്നു. തന്നെ താനായി സ്നേഹിക്കാൻ ഒരാൾ. പക്ഷെ ഇത് ശരിയാവുമോ? ആകെ മൊത്തൊരു കൺഫ്യൂഷൻ പോലെ മനസ്സിനൊരു ശൂന്യത അനുഭവപ്പെട്ടതും ദുആ ഹാഫ് ഡേ ലീവ് എടുത്തു. ദുആ മോളെ, തലവേദനയ്ക്ക് ആക്കുണ്ടോ ഇപ്പോ? കയ്യിൽ നിന്ന് കട്ടൻ കാപ്പിയോടെ കയ്യിലേക്ക് വെച്ചുകൊണ്ട് ഐഷ ചോദിച്ചു. ഇടക്കാളുടെ ദേഹത്ത് തൊട്ട് ചൂടൊന്നുമില്ലെന്ന് ഉറപ്പിക്കുന്നുണ്ട്. വന്നപ്പോൾ തൊട്ട് ആരോടും സംസാരിക്കാൻ ഒരു മൂടില്ലാത്തതുകൊണ്ട് ദുആ തലവേദനയാണെന്ന് പറഞ്ഞ് മുറിയിലേക്ക് കയറിയതാണ്. ഇടക്ക് ബാങ്ക് കൊടുത്തപ്പോൾ നിസ്കരിക്കാനല്ലാതെ അവൾ ആ കട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. മതി, ഈ സമയം കിടക്കണ്ട, മഗ്‌രിബ് ആവാറായി. വീണ്ടും കട്ടിലിന്റെ അഡ്രസ്സിലേക്ക് ചാരുന്നവൾ നോക്കി ശകാരത്തോടെ ഐഷ പറഞ്ഞു. എന്താ ദീദി, വയ്യേ? ഹോസ്പിറ്റലിൽ പോണോ? ഏയ്, അതൊന്നും വേണ്ട, ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു, ഇപ്പൊ നമുക്ക് മാറി. എങ്കിൽ എൻ്റെ കുട്ടി മുറിയുന്നൊന്ന് ഇറങ്ങി. ഇങ്ങനെ വെളിച്ചൊന്നും ഇടാതെ കിടന്നാൽ തന്നെ ക്ഷീണ. ഉമ്മ പറയുന്ന കേൾക്ക് അനുസരണയുള്ള കുട്ടിയെ പോലെ ദുആ അവർക്ക് പിറകെ ഹാളിലേക്ക് നടന്നു. ഒപ്പം തന്നെ എന്തൊക്കെയോ പറഞ്ഞ് ഹൃദയമുണ്ട്. ദുആ, പിന്നെ ഇന്ന് അബു വിളിച്ചിരുന്നു. ഹൃദയുടെ വിശേഷം പറിച്ചു തീർന്നു ഐഷ ഒരു സങ്കോചത്തോടെ പറഞ്ഞു. അത്രയും സമയം ഹൃദയുടെ വായ്ത്താളം കേട്ട് ചിരിച്ചുകൊണ്ടിരുന്നവൾ ഒന്ന് സ്റ്റെക്കായി ഉമ്മയെ നോക്കി. ആദ്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു സംസാരം അവൾ മനസ്സിൽ കണ്ടതാണ്. എങ്കിലും എന്തെന്നില്ലാത്തൊരു ടെൻഷൻ പോലെ. അവർക്ക് നിന്നെ ഇഷ്ടമായെന്ന്. വിവാഹം ഉടനുണ്ടെങ്കിൽ സന്തോഷാത്രേ. പൊന്നും പണവും ഒന്നും വേണ്ട, നിന്നെ മാത്രം മതിയെന്ന് അവർ പറഞ്ഞു. എന്ത് പറയണമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ അബുവിനോട് പറഞ്ഞു നീ വന്നിട്ട് വിളിക്കാമെന്ന്. എന്ത് പറയണം, ആ മോന് നിന്റെ കാര്യം അറിയില്ലല്ലോ. അങ്ങനെ കള്ളം പറഞ്ഞൊരു വിവാഹം ആദ്യമിനോടെല്ലാം ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ. ആയിഷയെ പൂർത്തിയാകാൻ സമ്മതിക്കാതെ ദുആ പറഞ്ഞു. അത് കേൾക്ക് ആയിഷയും അവൾ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. ദുആയും ഒന്ന് ഞെട്ടിയിരുന്നു. താനെന്തിനാണ് ഇപ്പോൾ ഇത്ര ആവേശത്തോടെ പറഞ്ഞതെന്ന് അവൾക്കും അറിയില്ല. ഉമ്മയുടെയും സഹോദരിയും നോട്ടം കാണെ ദുആ ലജ്ജയോടെ മുഖം വെട്ടിച്ചു. അത് ഞാൻ ഇന്നലെ അയാളോട് പറഞ്ഞിരുന്നു. ഇന്നലെ മറുപടി ഒന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷെ ഇന്ന് സ്കൂളിൽ വന്ന് ഈ ബന്ധത്തിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ആൾ പറഞ്ഞ കേൾക്ക് ആയിഷയ്ക്ക് സന്തോഷം കൊണ്ട് കരച്ചിൽ വന്നു. എന്ത് പറഞ്ഞ് ഈ ബന്ധം വേണ്ടെന്ന് വെക്കുന്ന ഓർത്ത് ഇരിപ്പായിരുന്നു. അത്രയും നല്ല ബന്ധം വേണ്ടെന്ന് വെച്ചാൽ അത് അഹങ്കാരമായിട്ടേ കേൾക്കുന്നവർക്ക് തോന്നുള്ളൂ. അൽഹംദുലില്ലാഹ്. മനസ്സിൽ നാഥനെ തുണച്ചുകൊണ്ട് ആ ഒരു തട്ടം കൊണ്ട് കണ്ണു തുണച്ചു. എന്നിട്ട് ദീദി എന്ത് പറഞ്ഞു? ദീദിക്ക് ആളെ ഇഷ്ടായോ? ചോദ്യം ഹൃദയിൽ നിന്നാണെങ്കിൽ കൂടെ ഐഷയുടെ മനസ്സിലും അതേ സംശയമാണ്. അത് സത്യം പറഞ്ഞ എനിക്കറിയില്ല. ആളൊരു മാന്യനാ, എല്ലാത്തിലുപരി പടച്ചോനെ ഇഷ്ടമുള്ളവനാ. പടച്ചോനെ സ്നേഹിക്കുന്നവന് പടപ്പിനെയും സ്നേഹിക്കാൻ കഴിയും. ഒരു പക്ഷേ റബ്ബിൻ്റെ കിതാബിൽ എൻ്റെ വിധിയോട് ചേർത്തെഴുതപ്പെട്ട പേര് അയാളുടേതാണെങ്കിൽ എതിർക്കാൻ ഞാൻ ആരാ? അപ്പം സമ്മതിച്ചു അല്ലേ? എനിക്കറിയില്ല, എനിക്കൊരു സമയം വേണം. കുറച്ചൊന്ന് പറയുമ്പോൾ ഈ ഒരു രാത്രി. ദോയുടെ മനസ്സ് മനസ്സിലാക്കി അന്ന് രാത്രി പിന്നെ ആ വിഷയത്തെ പറ്റിയൊരു ചർച്ചയുണ്ടായില്ല. എങ്കിലും ആദ്യമായിട്ടുള്ള ബന്ധം ദോയുടെ ജീവിതത്തിൽ നന്മയാണെങ്കിൽ അത് നടക്കണമെന്ന് തന്നെയായിരുന്നു ഐഷയുടെയും ഹൃദയുടെയും മനസ്സിൽ. രാത്രിയുടെ 2ാം യാമത്തിൽ ദോയുടെ മുറിയിൽ വെളിച്ചം നിറഞ്ഞു. തഹജ്ജുദ് നിസ്കരിച്ചു. ജീവിതത്തിൽ എന്തെങ്കിലും നിർണായകമായ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ ദുആ പടച്ചവന് മുമ്പിൽ കൈ ഉയർത്തും. നാഥ, തന്നതിനും തടഞ്ഞതിനും നന്ദി. ഞാൻ പറയാത്തതിന് എൻ്റെ മനസ്സിലുള്ള നിനക്കറിയില്ലേ നാഥ. ആദ്യം അയാൾ എൻ്റെ ദീനും ദുനിയാവിനും ആഖിറത്തിനും നല്ലതാണെങ്കിൽ നാഥ ഞങ്ങളെ ചേർത്ത് വെക്കണേ. ഇനി അങ്ങനെ അല്ലെങ്കിൽ നാഥ ഞങ്ങളെ പരസ്പരം തമ്മിൽ അകറ്റണമേ. പരസ്പരം ഒന്നിക്കാൻ വിധിയില്ലെങ്കിൽ ഹൃദയത്തെ മോഹിപ്പിക്കലേ നാഥ. എന്തു തീരുമാനിക്കണം എന്നറിയില്ല. കൂടെ നിൽക്കണ റബ്ബേ, ഒരു ഉത്തരം തരണേ. അവളുടെ കവളിനെ ചുമ്മിച്ചിറങ്ങി കണ്ണുനീർ ഭൂമിയിൽ പതിച്ചു. മനസ്സിലെ വിഷമങ്ങളൊക്കെയും പറഞ്ഞിരുന്നു. ദുആക്ക് വല്ലാത്തൊരു ആശ്വാസം അനുഭവപ്പെട്ടു. മുഖം അമർത്തി തുറച്ച് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്ന നേരം അവളുടെ മനസ്സിൽ ആദ്യമുള്ള മറുപടി ഉണ്ടായിരുന്നു. അവന്റെ കാത്തിരിപ്പിനുള്ള മറുപടി. അബു വിളിച്ചിരുന്നു, അവിടെ എല്ലാവർക്കും സമ്മത. ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. സക്രിയ ഫോൺ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ ചിരിയാണ്. ഹാത്തിമിന് ഹൃദയം പൊട്ടും പോലെ ഒരു സന്തോഷം അനുഭവപ്പെട്ടു. അവന്റെ ഹൃദയം ആത്മാർത്ഥമായി അവന്റെ നാഥനോട് നന്ദി പറഞ്ഞു. അങ്ങനെ അധികം വൈകാതെ തന്നെ നിക്കാഹ് ഉറപ്പിച്ചു.
എൻഗേജ്മെന്റിന് പെണ്ണിനും ചെക്കനും താല്പര്യമില്ലാത്തതുകൊണ്ട് നേരിട്ട് നിൽക്കാതെ തന്നെ നടത്താം എന്നുള്ള തീരുമാനമായി. മിക്താദ് വഴി ഹാത്തിമിന്റെ സമ്മതത്തോടെ ദുബൈയുടെ അസ്തിത്വത്തെ പറ്റി ഹനാനും അറിയാം. പക്ഷെ അവൾക്കതൊരു പ്രശ്നമായി തോന്നിയിട്ടില്ല. ഓരോരുത്തരും വ്യത്യസ്തരാണ്. എല്ലാവർക്കും ഒരുപോലെ ആവാൻ പറ്റില്ലല്ലോ. ഉമ്മയെയും ഉപ്പയെയും പതുക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാമെന്നാണ് ഹാത്തിം കരുതുന്നത്. ഇനിയിപ്പോൾ പറയാത്താണ് നല്ലതെന്ന് തോന്നിയാ പറയുകയുമില്ല. അന്ന് കണ്ടതിന് ശേഷം ഇരുവരും പിന്നെ കണ്ടിട്ടില്ല. നാളെയാണ് നിക്കാഹ്. നാടറിഞ്ഞ് തന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി. മഹറിന് പുറമെ വിവാഹ സമ്മാനമായി ദുആക്ക് വേണ്ടി കൊച്ചു വീട് സ്വന്തം സമ്പാദത്തിൽ നിന്ന് ആദ്യം വാങ്ങിയിരുന്നു. അങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ദുആ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും അതാരും വകവെച്ചിരുന്നില്ല. വിവാഹശേഷം അവർ മാറി താമസിക്കുന്നതിൽ ആർക്കും ഒരു തെറ്റും തോന്നിയില്ല. ഇന്നാണ് നിക്കാഹ്. സ്റ്റേജിനെ നിക്കാഹ് നടക്കുന്ന ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ദുആ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടോ ദുആക്ക് ആ നിമിഷം ഉപ്പാൻ ഒരുപാട് മിസ് ചെയ്തു. അതിന്റെ ഫലമെന്നോണം ആ കണ്ണുകൾ പെയ്തു. മകളുടെ വേദന മനസ്സിലാക്കിക്കൊണ്ട് ഐഷ അവളെ ചേർത്ത് പിടിച്ചു. ഹൃദയയുടെ ചുണ്ടിൽ നിറഞ്ഞ ചിരിയാണ്. അടുത്ത നിമിഷം നിക്കാഹ് കഴിഞ്ഞെന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടു. ദുആയുടെ കണ്ണു നിറഞ്ഞു. എങ്കിലും ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരിയാണ്. അപ്പോൾ തന്നെ അനാനും തൊയ്യബയും അവരുടെ ബന്ധത്തിലുള്ള കുറച്ച് സ്ത്രീകളൊക്കെയും കൂടെ വന്ന് അവളെ സ്റ്റേജിലേക്ക് ആനയിച്ച് കൊണ്ടുപോയി. സ്റ്റേജിന്റെ ഒത്ത നടുക്ക് നിൽക്കുകയാണ് ഹാത്തിം. ഫുൾ ബ്ലാക്ക് ഫോർമൽ അറ്റയറാണ് അവന്റെ വേഷം. പിരിച്ചു വെച്ച മീശയും വെട്ടിയൊതുക്കിയ മുടിയൊക്കെയും അവന്റെ മുഖത്തെ പുഞ്ചിരിയെ കടത്തി വെട്ടിച്ചുകൊണ്ട് ഗൗരവം എടുത്തു കാണിച്ചു. പെട്ടെന്ന് ആളിലൊരു നിശബ്ദത പടർന്നു. അന്തരീക്ഷത്തിൽ നേർത്ത അറബി ഗാനങ്ങൾ ഒഴുകി. ആൾക്കൂട്ടത്തിന് നടുവിലൂടെ കടുംപച്ച ലഹങ്ക അണിഞ്ഞുകൊണ്ട് ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ച പുഞ്ചിരിയുമായി ദുആ ഹാത്തിമിലേക്ക് നടന്നു നീങ്ങി. കണ്ണിമ വെട്ടാതെയുള്ള ആ കടുങ്കാപ്പി മിഴികളുടെ നോട്ടത്തിൽ ദുആയുടെ കവിളുകൾ ചുവന്നു. കണ്ണൊന്ന് പിടച്ചു. ഹാത്തിമിന് തന്റെ ഹൃദയം പൊട്ടുമ്പോൾ ഒരു സന്തോഷം തോന്നി. അവന്റെ മിഴികൾ ആ ഒരു വഴിയിലേക്ക് ചുരുങ്ങി. ചുറ്റും കൈകൂട്ടി വരുന്ന തന്റെ കുടുംബമോ ദുആയുടെ കുടുംബമോ അവന്റെ കണ്ണിൽ പതിഞ്ഞില്ല. ആ ഒരുവൾ മാത്രം, അവന്റെ ഭാര്യ, അവന്റെ മാത്രം ദുആ. ആ നോട്ടം അവളുടെ ചെവിത്തുമ്പ് ചുവപ്പിക്കുന്നതിനൊപ്പം ഹൃദയമിടിപ്പും ഒന്ന് വേഗത്തിലാക്കി. ഇപ്പോൾ പൊട്ടുമെന്ന കണക്കിടിക്കുന്ന ഹൃദയത്തിൽ മൈലാഞ്ചി ചുവപ്പിലുള്ള കൈ കൊണ്ട് അവളൊന്ന് തടവി. അവളൊന്ന് അമ്പരന്നു. കയ്യിലെന്തോ തടയുന്ന പോലെ. അല്ല, തടഞ്ഞു തന്നെയാണ്. കണ്ണു താഴ്ത്തി നോക്കിയപ്പോൾ ദുആയും കണ്ടു ആ ചുവന്ന നൂല്. തന്റെ ഹൃദയത്തെയും തന്റെ പ്രിയപ്പെട്ടവന്റെ ഹൃദയത്തെയും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ചുവന്ന നൂല്. അങ്ങനെ ദുആ ഹാത്തിമിന്റെ സ്വന്തമായി. യാതൊരു ഉപാധികളും പ്രതീക്ഷകളും ഇല്ലാതെയുള്ള അവന്റെ പ്രണയത്തിന്, അവന്റെ കാത്തിരിപ്പിന് അവന്റെ സൃഷ്ടാവ് മറുപടി കൊടുത്തു. ഓരോ ദിവസവും കൊഴിഞ്ഞു പോകവേ ഇരുവരും തമ്മിലുള്ള സ്നേഹവും വിശ്വാസവും പ്രണയവും കൂടിയെന്നല്ലാതെ ഒരു തുള്ളി പോലും കുറഞ്ഞില്ല. പ്രണയത്തിന്റെ പല തലങ്ങളിലൂടെ അവർ സഞ്ചരിച്ചു. കുത്തുവാക്കുകളാൽ ദുആയെ കീറിമുറിക്കാൻ ശ്രമിക്കുന്നവരെ ഹാത്തിം പൊരുതി പരാജയപ്പെടുത്തി. ഇന്ന് അവളൊരു ഉമ്മയാണ്. അനാഥാലയത്തിൽ ആരോരുമില്ലാത്ത ഒരുപാട് പേർക്ക് തണലാണ്. അവളുടെ കൂടെ എന്നും അവനുമുണ്ട്. അവളുടെ ജീവിതത്തിൽ പടച്ചവൻ അവൾക്ക് നൽകിയ അനുഗ്രഹം. അവർ ജീവിക്കട്ടെ.